ഹായ് ഓൾ. നമുക്കെല്ലാവർക്കും ലോൺ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അടുത്തുള്ള ആൾ 10 ലക്ഷത്തിൻ്റെ കാർ വാങ്ങി, നമ്മൾ 15 ലക്ഷത്തിന് വാങ്ങാൻ ലോൺ എടുക്കും. അടുത്തൊരു വീട് 40 ലക്ഷത്തിന് വീട് വന്നു, നമ്മൾ 60 ലക്ഷത്തിന് വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കും. അങ്ങനെ പല ആഗ്രഹങ്ങൾ നമുക്ക് പലപ്പോഴും അത്യാഗ്രഹമായി മാറാറുണ്ട്. അത്യാഗ്രഹമാണെന്ന് മനസ്സിലാകുന്ന മാസാവസാനം EMI അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ്. അത് നമുക്ക് പലരുടെയും ആവശ്യങ്ങളിൽ കൂടുതൽ ലോൺ എടുക്കുന്നതുകൊണ്ട് അത് EMI പോലും നമുക്ക് നമ്മുടെ സാലറിക്കാളും കൂടുതൽ അല്ലെങ്കിൽ 90% പോലും EMI അടയ്ക്കേണ്ട ഒരു ഗതികേട് പലപ്പോഴും പലരിലും നമുക്ക് കേൾക്കാൻ പറ്റും. അവർ വലിയൊരു കടക്കാരായിട്ട് അങ്ങനെ മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് തന്നെ ഒരു സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് 8 ലക്ഷത്തിന് കാർ മതിയെങ്കിൽ 8 ലക്ഷത്തിന് കാർ വാങ്ങിയാൽ മതി. നമുക്ക് അത്ര ബഡ്ജറ്റ് ഉള്ളെങ്കിൽ അത്ര മാത്രം ചെയ്യുക. നമ്മൾ 16 ലക്ഷത്തിന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മളൊന്നും കാണിക്കാതിരിക്കുക. വീടായാലും അങ്ങനെ തന്നെ. നമുക്ക് 25 ലക്ഷത്തിന്റെ 30 ലക്ഷത്തിന്റെ വീട് വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് അത്രയും വെച്ചാൽ മതി, ആരും കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു 40 ലക്ഷത്തിന്റെ വീട് വന്ന് നമ്മൾ കടവും അതിന്റെ മുകളിലും കടവും വാങ്ങി നമ്മൾ 60 ലക്ഷത്തിന്റെ വീട് വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് പലരും കടക്കാരായി മാറുന്നത്. അപ്പോൾ ആ ഒരു സത്യസന്ധത, നമ്മളോട് തന്നെ ഒരു സത്യസന്ധത നമുക്ക് അത് കാണിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇൻകം എത്രയാണെന്നും അതിൽ നിന്ന് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള റേഷ്യോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 100 രൂപയാണ് നമ്മുടെ സാലറി എങ്കിൽ നമുക്കൊരു 50 രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യത്തിനും വേണ്ടി മാറ്റിവെക്കാം. അത് ബാക്കി വരുന്നതിൽ നിന്ന് 50% നിന്നൊരു 30% നമുക്ക് ഇൻഷുറൻസും EMI അടയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കാം. പിന്നീട് വരുന്ന 20% നമ്മൾ സേവ് ചെയ്യാനായിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ഭാവിയിലേക്ക്. ഈ ഒരു റേഷ്യോയിൽ പോയാൽ മാത്രമേ നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കടങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും കടക്കാരായി ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുക. താങ്ക് യു.